വയനാട് ദുരന്തഭൂമിയിലെ ജനകീയ തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. പരിശോധന 6 സോണുകളായി തിരിച്ച് ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന സന്നദ്ധരായ നാട്ടുകാരെ ഉൾപ്പെടുത്തും. കണ്ടെത്താനുള്ളത് 130 പേരെ. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. പാലക്കാടും മലപ്പുറത്തും ഓറഞ്ച് അലർട്ട്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകളുള്ള പ്രദേശങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി സെബി ചെയർപേഴ്സൺ. സ്വഭാവഹത്യ നടത്താനുള്ള ആരോപണമെന്ന് മാധവി പുരീബുച്ച്. ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിലുള്ള പ്രതികാരം. നിക്ഷേപം സംബന്ധിച്ച രേഖകൾ ഏത് ഏജൻസിക്കും നൽകാൻ തയ്യാറെന്നും വിശദീകരണം. JPC അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. 3 തവണ മാറ്റിവെച്ച നീറ്റ് PG പരീക്ഷ ഇന്ന്. 500-ലധികം കേന്ദ്രങ്ങളിൽ പരീക്ഷ നടക്കുന്നത് 2 ഷിഫ്റ്റുകളിലായി. കേരളത്തിൽ പരീക്ഷ എഴുതുന്നത് 10,000-നടുത്ത് വിദ്യാർത്ഥികൾ. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് കൊടിയിറക്കം. സമാപന ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി 12:30 മുതൽ. മത്സരങ്ങൾ അവസാനിച്ച ഇന്ത്യ 6 മെഡലുമായി 71ാം സ്ഥാനത്ത്. മാർച്ച് പാസ്റ്റിൽ PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയേന്തും. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി കായിക കോടതി.